നമസ്കാരം, ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് വള്ളിവന്നു. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന പ്രമീള മാഡത്തിന്റെ ഇഞ്ചി കൃഷി, ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷിയാണ്. അപ്പം ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷിയുടെ വിശേഷങ്ങള്, കൃഷി എങ്ങനെ നടുന്നു, ഗ്രോ ബാഗ് ഒരുക്കുന്നതിന്റെ രീതിയിൽ, അണുവിമുക്തമാക്കുന്നതിന്റെ പ്രാധാന്യം, ഇഞ്ചി എങ്ങനെ ദീർഘനാൾ സൂക്ഷിക്കാം, ഏത് വീട്ടമ്മമാർക്കും നിഷ്പ്രയാസം ചെയ്യാവുന്ന രീതിയിൽ മാഡം ലളിതമായി എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇത് എന്റെ ഭർത്താവാണ്. ആൾ എക്സ് മിലിറ്ററി ആണ്. ഇപ്പോൾ കൃഷി ആയിട്ട് പോകുന്നുണ്ട്. 2023 ഏറ്റവും മികച്ച വാഴ കർഷകനുള്ള അവാർഡ് വള്ളികുന്നം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇത് ഞാൻ ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി നടുന്നതിനെ പറ്റിയാണ്. എൻ്റെ ഒഴിവ് സമയങ്ങളിലും ടൈം പാസിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. നമുക്ക് അത്യാവശ്യത്തിന് വീട്ടുകാര്യത്തിനൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് കൃഷി ചെയ്തതാണ്. അത് ആദ്യമായിട്ട് ഗ്രോ ബാഗ് തിരഞ്ഞെടുക്കുന്നത്. അത് ഇവിടെ വളക്കടയുണ്ട്, BFCയുടെ വിപണിയുണ്ട്, അവിടുന്ന് നമ്മൾ മേടിക്കുന്നതാണ്. നല്ല വലിപ്പമൊക്കെയുള്ള ഗ്രോ ബാഗാണ് മേടിക്കുന്നത്. അത് മേടിച്ചിട്ട് ആദ്യമേ ഗ്രോ ബാഗ് മേടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മണ്ണൊരുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുരയിടത്ത് നമുക്ക് ഈ അധികം കല്ലില്ലാത്തത്, പൂഴിമണ്ണ് ഉള്ളത്, അതായത് മണ്ണിന്റെ pH കൂടുതലുള്ള ഭാഗത്തു നിന്നും മണ്ണ് ശേഖരിച്ചിട്ട് അതിനകത്തുള്ള കല്ലുകളെയൊക്കെ നീക്കം ചെയ്തിട്ട് അതിനകത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഡോളമൈറ്റ് ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച, ഒരു 10 ദിവസത്തേക്ക് ഇത് മൂടിയിട്ടിരിക്കും. എന്നിട്ട് മുടിയിട്ടിട്ട് പിന്നെ ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറയ്ക്കുന്ന വിധമാണ്. ഗ്രോ ബാഗ് എടുത്ത് ആദ്യമേ നമ്മുടെ കൈയൊക്കെ അണുവിമുക്തമാക്കിയതിന് ശേഷം, അതായത് സൂഡോമോണസ് ലായനി ഉപയോഗിച്ച് ഒരു തുണി അതിനകത്ത് മുക്കിയിട്ട് ഈ ഗ്രോ ബാഗിന്റെ അകവും പുറവും എല്ലാം നമ്മൾ അണുവിമുക്തമാക്കും. അതിനുശേഷം ഇതിനകത്തേക്ക് ഈ കൂട്ടി മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണും വളങ്ങളൂടെ അത് കുറച്ച് ഒരു ഗ്രോ ബാഗിനകത്ത് പകുതിക്ക് മേളിലായിട്ട് മണ്ണിടും. അത് കുത്തി അങ്ങിടെയല്ല, ചേറിയാണ് ഇടുന്നത്. അത് അങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാൽ മണ്ണ് ഉറച്ചു പോകാതിരിക്കാനും ഈ ഇഞ്ചിയുടെയൊക്കെ വേര് ഓട്ടത്തിനുമായിട്ടാണ് അത് നമ്മളങ്ങനെ മണ്ണ് ചേറി ഇടുന്നത്. അപ്പം വിത്തിഞ്ചി ശേഖരിക്കാന്ന് പറഞ്ഞാൽ നല്ല കരുത്തുള്ള, അതായത് നല്ല കരുത്തും മുളയുള്ളതും നോക്കി ആണ് ഇഞ്ചി ശേഖരിക്കുന്നത്. അത് നമ്മൾ നാടൻ ഇഞ്ചിയാണ് കൃഷി ചെയ്യുന്നത്, അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന പാണ്ടി ഇഞ്ചിയൊന്നും അല്ല. നമ്മൾ കൃഷി ചെയ്തെടുത്തതിനകത്ത് നിന്ന് ഏറ്റവും നല്ല കരുത്തുള്ളതും അതുപോലെ മുള വരുന്നതുമായിട്ടുള്ള ഇഞ്ചി ഒരു 2 ഇഞ്ച് നീളത്തില് കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യമേ വിത്തിഞ്ചി മാറ്റി വെക്കും. എന്നിട്ട് അത് ഒരു സൂഡോമോണസ് ലായനിക്കകത്ത് മുക്കിയിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് അതിനകത്ത് ഇട്ടിട്ട് അതെടുത്ത് വെച്ച് അതിന്റെ വെള്ളമയമൊക്കെ പോകുന്നിടം വരെ അവിടെ ഇരിക്കും. അപ്പോൾ ഈ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ നിറച്ച് വെച്ചിരിക്കുന്ന മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് ഈ ഇഞ്ചി നമ്മൾ കൈകൊണ്ട് ഒരു 2 ഇഞ്ച് താഴ്ചയിൽ മണ്ണ് മാറ്റിയിട്ട് അതിനകത്തോട്ട് നട്ടു വെക്കും. മുള മേളോട്ടിരിക്കത്തക്ക വിധത്തിൽ, അതിന്റെ കണ്ണ് മേളോട്ടിരിക്കത്തക്ക വിധത്തിൽ നമ്മളിങ്ങനെ അതിനകത്ത് ഇഞ്ചി നട്ട് വെക്കും. മാഡം, അപ്പോൾ ഇഞ്ചി നട്ടതിന് ശേഷം എത്ര നാളിന് ശേഷമാണ് ഇഞ്ചി 4 ഇല വരുമെന്ന് പറഞ്ഞത്? അതിന് എത്ര സമയം എടുക്കും? അത് ഒരു മാസമൊക്കെ കഴിയും. ഒരു മാസം? ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് 3-4 ഇലയൊക്കെ വരും. അതിനുശേഷം അന്നേരം ഇച്ചിരി കടലപ്പിണ്ണാക്ക്, അതായത് കടലപ്പിണ്ണാക്ക് മേടിച്ച് നമ്മൾ വെള്ളത്തിനകത്തിട്ട് 2 ദിവസം വെച്ചിരുന്ന് അത് പുളിക്കണം. പുളിച്ച് കഴിയുമ്പോ ഇത് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. മൂട്ടിൽ നിന്ന് കുറച്ച് മാറി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിക്കുമ്പോ ഇതിന്റെ മണ്ണ് ഇതിന്റെ ചുവട്ടിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് കുറച്ച് മണ്ണൂടെ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ടല്ലോ. അതാണ് ആദ്യത്തെ നമ്മൾ നട്ട് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്ന വളപ്രയോഗം. അത് കഴിഞ്ഞിട്ട് ഈ മണ്ണിട്ടതിന് ശേഷം പിന്നെ ഇതിന്റെ മുകളിൽ 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പച്ച ചാണകം കൊണ്ടുവന്ന് കലക്കി ഇതിന്റെ ചുവട്ടില് ഗ്രോ ബാഗിനകത്ത് കൂട്ടി ഒഴിച്ചു കൊടുക്കും. മേഡം, അപ്പോൾ ഈ ഇഞ്ചി കൃഷിക്ക് ശ്രദ്ധ ഭയങ്കരമാണെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ അവർ എന്തെല്ലാം ഇതിന്റെ ഇലയ്ക്ക് ഒരു ചെറിയ വാട്ടോ രോഗങ്ങളും, പെട്ടെന്ന് ഒരുപാട് കുമിൾ രോഗങ്ങളും, വാട്ടരോഗം, ദ്രുതവാട്ടം, പിന്നെന്തൊക്കെയാണ് ഇതിന്, അഴുകല്, തണ്ടുതുരപ്പൻ പുഴുവിന്റെ ആക്രമണം,
ഒക്കെ ഈ ഇതിനും ബാധിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ അപ്പൊ മാഡം ഇതിന്റെ പരിചരണ രീതികൾ എങ്ങനെ ആ, ഇത് ദിനം തോറും എങ്ങനെ എന്തൊക്കെ ഇത് ചെയ്യുന്നത്? ഞാൻ ഗ്രോ ബാഗിന്റെ സൈഡിലൊക്കെയുള്ള കളകളൊക്കെ നീക്കം ചെയ്യും. ഉം. എന്നിട്ട് സൂഡോമോണസ് ലായനി കലക്കി ഇതിന്റെ തണ്ടയിലും ഇലയ്ക്കും എല്ലാം സ്പ്രേ ചെയ്യും. അതുപോലെ ബാഗിന്റെ സൈഡിലും ഒക്കെ സ്പ്രേ ചെയ്യും. ഉം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, സ്പ്രേ ചെയ്യും സൂഡോമോണസ് ലായനി. അതാണ് ഈ കരുത്തോടുകൂടി ഇഞ്ചി ഇങ്ങനെ ആ നിൽക്കുന്നത്. ആ എപ്പോഴും ശ്രദ്ധയുണ്ടല്ലേ? ആ പകൽ സമയമായ അടുക്കള ജോലി ജോലി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെയാണല്ലോ നമ്മുടെ പണി. ആ. പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ല. പിന്നെ ചേട്ടന്റെ ഒരു പ്രോത്സാഹനം ഉണ്ട്. തീർച്ചയായിട്ടും. ചേട്ടന് നല്ല കൃഷിക്കാരനാണ്. നിർലോഭമായ സഹകരണം എപ്പോഴും ഇതിലുണ്ട്. കൃഷിയോട് ഇത്ര താല്പര്യം വരാനുള്ള കാരണം എന്താണ് സാർ? താല്പര്യം, ഞങ്ങൾ പരമ്പരാഗത കൃഷിക്കാരായിരുന്നു. ഞങ്ങളുടെ അച്ഛനൊക്കെ ജോലിക്ക് പോകുന്നത്, കൃഷിക്ക് പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാറ്. അങ്ങനെ ഞാൻ ഈ കൃഷിയിലെ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഞാൻ പട്ടാളത്തിൽ നിന്നൊക്കെ വന്ന് ഇവിടെ കൃഷി നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമുള്ളതിനകത്തിൽ ഒക്കുന്ന കൂട്ടൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോഴും ഇതിൻ്റെ കൂടെ നടന്നില്ലെങ്കിലും ശരി, കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാനിത് നല്ലപോലെ നോക്കും. ഇപ്രാവശ്യം എനിക്ക് ചേനക്കൃഷിയാണ്. 2023 ഏറ്റവും നല്ല വാഴക്കർഷകനായിട്ട് വള്ളൂർന്നം പഞ്ചായത്തിൽ നിന്ന് എന്നെ അതറിഞ്ഞത്. ഇഞ്ചി കൃഷി ഇതെന്റെ ഭാര്യ ചെയ്യുന്നതാണ്. ഞാൻ അതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്ന പോലൊക്കെ ചെയ്യണം, കളയെടുത്ത് കളയണം, അതിനെ നോക്കണം, സമയത്തിന് പിന്നെ വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്താണ് എന്റെ മൂടിന്റെ കരുത്ത് തന്നെ കണ്ടില്ലേ. ഇതിപ്പോ ഇളം താളിച്ച് നിൽക്കുകയാണ്. ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇതൊരു 8-9 മാസം ആകുമ്പോഴത്തേക്ക് വിളവെടുക്കത്തക്ക രീതിയിലുള്ള ഇഞ്ചിയാണ്. ഇത് ഏപ്രിൽ മാസം നട്ട ഇഞ്ചിയാണ്. മെയ്, ജൂൺ, ജൂലൈ ഇത്രയും നാളത്തെ പഴക്കമേ ഇതിനായിട്ടുള്ളൂ വളർച്ച. ഇനി ഇത് നല്ല രീതിയിൽ ശക്തി പ്രാപിച്ച് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എൻ്റെ ഇടയ്ക്കോട്ട് കൈ പോലും കൊണ്ടുവെല്ലാൻ ഒക്കാത്ത രീതി ഇടതഞ്ഞ് വളരും. അത്തരം ഈ വിത്ത് നോക്കി നട്ട ഇഞ്ചികളാണ്. നല്ല നാടൻ ഇഞ്ചിയാണ്. മാഡം, അപ്പൊ ഈ ഇഞ്ചി നമ്മള് 8 മാസം വേണമെന്ന് പറഞ്ഞില്ലേ വിളവെടുക്കാൻ? വിളവെടുത്തതിന് ശേഷം ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പിന്നെ ഇഞ്ചിയുടെ ആ പ്രാധാന്യം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് വീട്ടമ്മമാർക്കും എല്ലാം അറിയാൻ വയ്യ. ഇഞ്ചി ഔഷധ ഗുണമുള്ള ഒരു ഔഷധിയാണല്ലോ. അത് നമ്മള് എല്ലാ ഉണ്ടാക്കുന്ന കറികൾക്ക് എല്ലാത്തിലും ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ്. അത് വയറിനും എല്ലാത്തിനും നല്ലതാണ്, ദഹനത്തിനും എല്ലാം ഇഞ്ചി. അതുപോലെ പിള്ളേർക്കൊക്കെ വയറ്റുന്നതൊക്കെ വരുമ്പോൾ ഇഞ്ചി നീരിനകത്ത് നമ്മള് ഇഞ്ചി നീര് പിഴിഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അത് വിളവെടുത്ത് കഴിഞ്ഞ് ദീർഘനാള് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുന്ന പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ കുഴിച്ച് മണ്ണ് നീക്കിയിട്ട് മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ നിരത്തിയിട്ടേക്കുമായിരുന്നു. ആവശ്യത്തിന് അവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കാമായിരുന്നു. ഇതുപോലുള്ള സൈഡുകളിൽ നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് ഗ്രോ ബാഗിനകത്ത് ഇതൊക്കെ കൃഷി ചെയ്ത് വെക്കാൻ പറ്റും. സ്ഥലപരിമിതിയുള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. എവിടെ വേണേലും കൃഷി ചെയ്യാം, വെക്കാം നമുക്കിത്. സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് ആയിരിക്കും വെച്ചാല് നല്ല വിളവായിരിക്കും. നല്ല കാറ്റ്, നല്ല വായു സഞ്ചാരവും. നമ്മൾ പുറത്ത് അല്ലേ ഗ്രോ ബാഗ് വെക്കുന്നത്, അപ്പൊ അവിടെ നല്ല വെയിലും കാണും. അതുപോലെ വായു സഞ്ചാരമുള്ള സ്ഥലമാണല്ലോ. അപ്പൊ എല്ലാ വീട്ടമ്മമാരും ഇതുപോലെ എല്ലാ വീട്ടമ്മമാരും വെറുതെ ഇരിക്കാതെ ഇതുപോലെയുള്ള ടൈം പാസ് അവരവരുടെ വീട്ടുജോലിയും കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലൊക്കെ ഉള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളും നടക്കും. നമുക്ക് മായം ചേരാത്ത, അതായത് വിഷം കലരാത്ത സാധനങ്ങൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നാടൻ ഇഞ്ചിയുടെ രുചി ഒന്ന് വേറെയാ. മാഡം, അപ്പൊ ഇത് മഞ്ഞളും ഉണ്ടല്ലോ, ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഈ മഞ്ഞൾ കൃഷിയുടെ കാര്യങ്ങൾ, മഞ്ഞളിന് ഇതുപോലൊക്കെ തന്നെയാണോ കൃഷി ചെയ്യുന്നത്? അതുപോലെ റെഡ് ലേഡി, ഓമ ഇതെല്ലാം ഉണ്ടല്ലേ ഈ മഞ്ഞൾ കൃഷിയുടെ? മഞ്ഞൾ കൃഷി ഇതുപോലെ ഇത് നിറച്ചു കഴിഞ്ഞപ്പോ മണ്ണ് അധികം ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ഗ്രോ ബാഗിനകത്ത് ചേർത്തിട്ട് നിറച്ചിട്ട് ഞാനും ഇതുപോലെ മഞ്ഞൾ കൃഷി ചെയ്തിരിക്കുകയാണ്. ഇത് നല്ല ഇനം സ്വർണ്ണപ്രഭ എന്ന് പറയുന്ന മഞ്ഞളാണ്. ഇതിന്റെ വിത്ത് വലുതാണ്, നല്ല ഒരു മൂട്ടില് ഒരു 4-5 കിലോയിൽ കൂടുതൽ പിടിക്കുന്നതാണിത്. ഇത് നമ്മുടെ അപ്പുറത്തെ പറമ്പിലെ ഒരു കർഷകന്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്. ഇത് നല്ല ഈ കടക്കാരൊക്കെ ആയുർവേദ മരുന്നൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ വന്ന് പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് ഇതല്ലയാ ഉണക്കി പൊടിക്കുന്നത്.
നമ്മൾ വീട്ടാവശ്യത്തിന് ഔഷധ ഗുണം ഉപയോഗിക്കുന്നത്. ഔഷധ ഗുണം കൂടുതലുള്ള പേരെന്തായിരുന്നു പറഞ്ഞത്? സ്വർണ്ണപ്രഭ. സ്വർണ്ണപ്രഭ എന്നാണ്. ഉം. സ്വർണ്ണപ്രഭ എന്ന മഞ്ഞൾ ഇനമാണിത്. കണ്ടില്ലേ, കരുത്തോടുകൂടി വളരുന്നുണ്ട് ഗ്രോ ബാഗില്. ഇതിനും ഈ വളപ്രയോഗം ഇതൊക്കെ തന്നെയാണ്. ഇത് തന്നെ ഇതിന് ജലസേചനം എങ്ങനെയാണ്? ജലസേചനം ഇപ്പം മഴ ആയതുകൊണ്ട് ഇല്ലല്ലോ, പിന്നെ അല്ലാത്തപ്പോ ചിരിച്ച ഒഴിച്ചു കൊടുക്കുക ഉണക്ക സമയമൊക്കെ ആകുമ്പോ. അല്ലാതെ പ്രത്യേകിച്ച് പരിചരണമൊന്നും പ്രത്യേകിച്ചില്ല ഇതിന്. മാഡം എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. ആ, താങ്ക്സ്.